നിയമങ്ങളുടെ ഒരു മനോഹരമായ ഒരു വർത്തമാനകാല സാഹചര്യങ്ങളുടെ വിലയിരുത്തലുകളിൽ നിന്ന് ഇസ്ലാമിന്റെ സംസ്കാരത്തെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നോക്ക്, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു ബഹുസ്വര രാജ്യമാകുന്ന ഇന്ത്യ രാജ്യത്ത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റൂല എന്നുള്ള ഒരു നിയമം നിങ്ങളൊന്ന് പറഞ്ഞേ. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒരു മുസ്ലിം രാജ്യമാകുന്ന ഒരു കൺട്രിയിൽ, ഒരു മുസ്ലിം രാജ്യത്ത് അത് നല്ല നിലയിൽ നടപ്പിലാക്കുന്നുണ്ട്. ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ നമുക്ക് രാജ്യദ്രോഹമായി എണ്ണപ്പെടാൻ കഴിയുന്ന ഏതെങ്കിലും ഒന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ അത് രാജ്യത്തിന്റെ ഭരണഘടന എഴുതിയവരുടെ ഔദാര്യമൊന്നുമല്ല. ഇസ്ലാം അങ്ങനത്തെ പരിഷ്കൃത പ്രകൃതി നിയമമാണ്, പ്രാകൃത നിയമമല്ല. ഇസ്ലാം എപ്പോഴും പരിഷ്കൃതമാണ്. അന്നും പരിഷ്കൃതമാണ്, പ്രാകൃത കാലത്തും. ഇന്ന് പരിഷ്കൃത കാലത്തും അത് പരിഷ്കൃതമാണ്. വികസിത രാജ്യത്തിലും ഇസ്ലാം എന്ന് പറയുന്നത് പത്തരമാറ്റാണ്. കാരണം ഇസ്ലാം പ്രകൃതി നിയമമാണ്. ഹജ്ജിന് പോകാൻ ഈ രാജ്യത്ത് എന്താ തടസ്സം? രാജ്യത്ത് ആരെങ്കിലും പറയോ നിങ്ങൾ വിദേശ രാജ്യത്തോടാണ് കൂറ് കാണിക്കുന്നതെന്ന്? അല്ല, അങ്ങനെയല്ല. നമ്മുടെ ആരാധനകളിൽ കൃത്യമായ ഒരു കേന്ദ്ര ബിന്ദു നമ്മളെ പഠിപ്പിച്ചു. അവിടെ പോയാലേ ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റുള്ളൂ. അത് ബഹുമാനപ്പെട്ട ഭരണഘടന അംഗീകരിച്ചു തന്നു. സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് 8 കൂട്ടം ആളുകളിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തെ കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഈ നിയമത്തെ രാജ്യത്തിന്റെ ഏതെങ്കിലും നിയമങ്ങളോട് വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? ഒന്നുമില്ല. ഒന്ന് ഉണർന്ന് ചിന്തിക്ക്. 5 നേരത്തെ നമസ്കാരം ആർക്കാ ഭീകരമായി തോന്നുക? രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനോ രാജ്യത്തിന്റെ നിയമങ്ങൾക്കോ എന്തെങ്കിലും ബാധകമാകുന്നുണ്ടോ? അപ്പൊ ചോദിക്കും, ഈ രാജ്യത്ത് ഒരു രാജ്യം കടന്നാക്രമണം നടത്തി, ഈ രാജ്യത്തെ കടന്നു വന്നു ഒരു രാജ്യം, ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ രാജ്യത്ത് സിവിലിയന്മാരായ നമ്മൾ, ഇവിടത്തെ രാജ്യത്തിന്റെ പട്ടാളം തികയാതെ വന്നപ്പോൾ മറുരാജ്യം നമ്മുടെ രാജ്യത്തോട് കടന്നാക്രമണം നടത്തിയിട്ട് ആക്രമിക്കാൻ വരുമ്പോൾ ഇവിടത്തെ മുസൽമാന് നിസ്കാരത്തിന്റെ സമയമായി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുമോ? പറ്റൂല. അവൻ അവിടെ നിലയുറക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോ ഇസ്ലാം എന്താ പഠിപ്പിച്ചത്? നീ 2 സഫായിട്ട് നിൽക്കണം. ഒരു സഫ് സുജൂദിലേക്ക് പോകുമ്പോ രണ്ടാമത് പുറകിൽ നിൽക്കുന്ന സഫ് അവിടെ തന്നെ നിലയുറപ്പിക്കണം. ആദ്യം സുജൂദിലേക്ക് പോയ 2 സുജൂദും കഴിഞ്ഞ് ഖിയാമിലേക്ക് ആദ്യത്തെ സഫുകാർ എഴുന്നേറ്റ് വരുമ്പോഴാണ് പുറകിലെ സഫുകാര് സുജൂദിലേക്ക് പോകേണ്ടത് എന്ന് യുദ്ധത്തിന്റെ സന്ദർഭത്തിലെ ജമാഅത്തിനെ പറ്റി ഫിഖ്ഹാകുന്ന കർമ്മശാസ്ത്രത്തിൽ പ്രതിപാദിക്കുമ്പോ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു അതിർത്തിയിൽ കടന്നാക്രമണം നടത്തുന്ന രാജ്യത്തിന്റെ ശത്രുക്കളോട് പോരടിക്കുന്ന ഘട്ടം വന്നാൽ ലൊഹർ നട്ടമല്ല. ലൊഹർ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് ഒരിക്കലും എതിരാകുന്നില്ല. അത് തന്നെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. യുദ്ധരംഗത്തെ നമസ്കാരത്തെ പോലും ഇത്ര കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തത് നാളെ രാജ്യത്തിന്റെ പട്ടാളത്തിന് പകരമായി നമുക്ക് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അണിനിരക്കേണ്ടി വന്നാൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾക്ക് വലുത് ദീനാണെന്ന് പറഞ്ഞ് പോകേണ്ട കാര്യമില്ല. 2 സഫായിട്ട് അണിനിരക്കുക. ഒരു സഫ് സുജൂദിൽ പോകുമ്പോ അടുത്ത സഫ് കാത്തു നിൽക്കണം. ആ സുജൂദിലേക്ക് പോയ സഫ്, ആ സുജൂദിലേക്ക് പോയ ഒന്നാമത്തെ വരി സുജൂദ് 2 സുജൂദും കഴിഞ്ഞ് ഖിയാമിലേക്ക് വരുമ്പോഴാണ് പുറകിൽ നിൽക്കുന്ന ഒരു സഫ് സുജൂദിലേക്ക് പോകേണ്ടത് എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച് നബി തങ്ങൾ വരച്ച് കാണിച്ചില്ലേ? ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചില്ലേ നമ്മളെ? അപ്പൊ നിസ്കാരം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ഈ നിയമം രാജ്യത്തിന്റെ നിയമങ്ങളോട് വെല്ലുവിളിയാവുക? ഇല്ലാവൂല. പിന്നെ ഏതാ നമ്മൾ നോമ്പ് പിടിക്കുന്നതോ? ഒരു മനുഷ്യൻ ഉപവസിക്കുക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭീഷണിയാ ഉള്ളത്? രാജ്യത്ത് വല്ല ഭീഷണി നേരിടുന്നുണ്ടോ? ഒരു ഭീഷണിയും നോമ്പ് കൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് നഷ്ടമാകുന്നില്ല. ഇങ്ങനെ നോക്കിയാൽ ഇസ്ലാമിന്റെ ഒരു കൽപ്പനകളും ഒരു നിയമങ്ങളും രാജ്യത്തിന്റെ ഏതെങ്കിലും നിയമത്തോട് വെല്ലുവിളി ഉയർത്തുന്ന ഒന്നുമില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങളെ, സംരക്ഷണങ്ങളെ, നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ പത്തരമാറ്റ് വിളിച്ചു പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും നല്ല ഒരു പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന മതമായി എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നമ്മുടെ മകൾ ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്നു. ഇപ്പൊ ഏറ്റവും വലിയ വിവാദം ഇതാണ്. വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്.
എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു സംശയമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ കന്തൂറ ഞാനിടുമ്പോൾ അതിന് ഭീകരവും ഒരു പള്ളിയിൽ അച്ഛനിടുന്ന ലോഹ അത് മതപരവുമാകുന്നത് എങ്ങനെയാണ്? മനസ്സിലാകുന്നില്ല. എന്റെ നൂലിന് പകരം വേറെ ഏതെങ്കിലും രാസവസ്തുക്കൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോംബ് നിർമ്മിക്കുന്ന മെറ്റീരിയൽ കൊണ്ടാണോ നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരുടെ ഈ കന്തൂറ നിർമ്മിച്ചിരിക്കുന്നത്? ഒരു മുസ്ലിം പെണ്ണ് പർദ്ദയിടുന്നു, അവളുടെ ശരീരം മാനം മറയ്ക്കുന്നു, അത് ഭീകരവാദത്തിന്റെ ചിത്രമാകുന്നു. എന്നാൽ ക്രൈസ്തവ കന്യാ സ്ത്രീകൾ ധരിക്കുന്നത് തിരുവസ്ത്രവുമാകുന്നതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല, തീരെ മനസ്സിലാകുന്നില്ല. ഇതാരോടാ പറയാ? റഷീദ് വിവരമുള്ള ഒരുത്തൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ എന്ന് ഖുർആൻ ചോദിച്ചതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ മൂളയുള്ള ഒരുത്തൻ ഇല്ലേടോ എന്ന് ഖുർആൻ ചോദിച്ചൊരു സ്ഥലത്ത് അലൈസമിങ്കും റജുലുൻ റഷീദ്, വിവരമുള്ള ഒരുത്തനും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാതെ പോയല്ലോ. നാഴികയ്ക്ക് 40 വട്ടം ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഇത് തന്നെ ഇസ്ലാമിനെ ഇങ്ങനെ കുതിര കയറി ഇസ്ലാമിന്റെ മക്കളോട് ഇത് തന്നെ ഓരോന്ന് അഴിച്ച് ഹല്ല് ചെയ്ത് അഴിച്ചടിച്ചടിച്ച് അങ്ങനെയല്ല എന്ന് സമുദായത്തിന്റെ നേതൃത്വത്തിന് പറയേണ്ടി വരുന്ന ഘട്ടത്തിലേക്ക് ഇസ്ലാം എന്നും പ്രതിപട്ടികയിൽ നിർത്തുമ്പോ ഞാൻ ചോദിക്കുകയാണ്, ഒരു മുസ്ലിം പെൺകുട്ടി ഇടുന്ന ഹിജാബ്, ആ ഹിജാബ് അഴിച്ചു വെക്കടി എന്ന് പറയുന്നത് ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീയാണ്. എന്തേ അവരുടെ തലയിൽ ഇരിക്കുന്നത് മുട്ടത്തോളാണോ? മുസ്ലിം പെണ്ണിന്റെ തലയിൽ കിടക്കുന്നത് ബോംബ് നിർമ്മിക്കുന്ന ഏതെങ്കിലും വസ്തുവാണോ? ഇത് രണ്ട് ശിരോവസ്ത്രമല്ലേ? എന്തേ നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും? ഒരു പുരുഷൻ, മുസ്ലിമായ പുരുഷൻ ദാടി വളർത്തുമ്പോൾ അത് ഭീകരവാദത്തിന്റെ ചിത്രമാവുകയും അതേസമയം മറ്റു മതസ്ഥർ ദാടി വളർത്തുമ്പോ പൗരുഷത്തിന്റെ ലക്ഷണവുമാകുന്നത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. മുസ്ലിം തലപ്പാവ് ധരിച്ചാൽ ആ തലപ്പാവ് ധരിക്കുന്ന മുസ്ലിമിന്റെ തലപ്പാവിനകത്ത് ബോംബ് സംസ്കാരമാണ് എന്ന് വരച്ചു കാണിച്ചുകൊണ്ട് ഭീകരവാദങ്ങൾ സൃഷ്ടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ചോദിക്കുന്നു, സിഖ് മതവിശ്വാസികൾ അവരുടെ വിശ്വാസം ഒരിക്കലും അവർ നഷ്ടപ്പെടുത്തുന്നില്ല. അവർക്ക് 3 കാര്യങ്ങൾ അവർക്ക് നിർബന്ധമാണ്. ഒന്ന്, ചെറിയൊരു വാള്, ഫ്ലൈറ്റിൽ അലോഡാണത്. നമ്മളൊരു സൂചി കൊണ്ടുപോയാൽ ആ സൂചി നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നു. രാജ്യത്തിന്റെ നിയമമാണ്, അംഗീകരിച്ചു കൊടുക്കുന്നു. സൂചി കൊണ്ടുപോകാൻ നമുക്കൊരു ന്യായവുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് സിഖ് മത വിശ്വാസിക്ക് അവന് ചെറിയ ഒരു വാള് കൊണ്ടുപോകുന്നതിന് വിശ്വാസത്തിന്റെ ഭാഗമാണ് പോലും. ദാടി വെക്കുന്നതിന് പോലീസിൽ പഞ്ചാബി പോലീസുകാര്, പഞ്ചാബി സിഖ് മത വിശ്വാസിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ദാടി വെക്കുന്നതിന് തടസ്സമില്ല. മുസ്ലിമാണോ അവനെ ദാടി വടിക്കണം. നിങ്ങൾ നോക്കൂ, മനസ്സിലാകുന്നില്ല. ആ സിഖ് മതവിശ്വാസിയുടെ തലപ്പാവിന് പ്രശ്നമുണ്ടാകുന്നില്ല. മുസ്ലിമിന്റെ തലപ്പാവിൽ എന്താണ് സിഖ് മതവിശ്വാസിയുടെ തലപ്പാവിൽ നിന്ന് വ്യതിരിക്തത? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ ഒരു നിയമങ്ങൾക്കും അത് പ്രശ്നമാകുന്നില്ല. പൊട്ടുതൊട്ടുകൊണ്ട് ഹൈന്ദവ മതവിശ്വാസികളായ പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നു എന്നത് ഒരിക്കലും അവരുടെ യൂണിഫോം സിസ്റ്റത്തിന് എതിരാകുന്നില്ല. കുരിശുമാല പുറത്തേക്ക് ധരിച്ചുകൊണ്ട് ഒരു പെണ്ണ്, ഒരു ക്രൈസ്തവ, ഒരു വിദ്യാർത്ഥിനി ഒരു പഠനശാലയിൽ വരുമ്പോൾ അത് അവരുടെ മതത്തിന്റെ ആചാരമാണ്, അനുഷ്ഠാനമാണ്, വിശ്വാസമാണ്, കർമ്മമാണ് എങ്കിൽ അത് ഒരിക്കലും അതൊരു അവരുടെ യൂണിഫോം സിസ്റ്റത്തിനോ അല്ലെങ്കിൽ സ്കൂളിന്റെ സുരക്ഷിതത്വത്തിനോ ഒരു കുറവ് വരുന്നില്ല എങ്കിൽ പാവപ്പെട്ട മുസ്ലിം പെണ്ണിന്റെ ഒരു രോമം, ആ രോമം അത് ഔറത്താണ് എന്ന് അവളെ മദ്രസ വിദ്യാഭ്യാസ കാലം മുതൽ പഠിപ്പിച്ചിട്ട് ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപനത്തിൽ നിന്ന് അണുകിട പിന്നോട്ട് പോകാത്ത ഒരു മുസ്ലിം പെൺകുട്ടി തലമറച്ചുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ അവിടെ എന്തിനാണ് ഒരു ഭീകരം സൃഷ്ടിക്കുക? ആരായി പറയുന്നത്? ശിരോവസ്ത്രം ധരിക്കുന്നതിനു വേണ്ടിയിട്ട് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സർക്കാരുകളോട് സമരം ചെയ്തിട്ട് ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ സ്ത്രീകളും ദൈവത്തിന്റെ മണവാട്ടികളും എന്നറിയപ്പെടുന്ന കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന മാലാകമാരാണെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന അവര് തന്നെ സമരം ചെയ്യുന്നു. ഞങ്ങളുടെ ആരാധനയുടെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് സമരം ഒരു ഭാഗത്ത് ചെയ്യുമ്പോ ഈ കേരളത്തിൽ മാത്രം എന്താണ് മുസ്ലിം പെൺകുട്ടി അവളുടെ മതത്തിന്റെ ആചാരമായ ഹിജാബ് ധരിച്ചു വരുമ്പോ എതിർക്കപ്പെടുക? മനസ്സിലാകുന്നില്ല. അലൈസമിങ്കും റജുലുൻ റഷീദ്, വിവരമുള്ള ഒരുത്തരും ഇല്ല ഈ ലോകത്ത്, ചിന്തിക്കാൻ പറ്റുന്ന ഒരാളുമില്ലേ? ഖുർആന്റെ ചോദ്യമാണ്.
അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം അല്ലാഹു തരുമ്പോ ആ നിയമത്തെ ഉന്മേഷത്തോടെയും സന്തോഷത്തോടെയും അതിനെ ഏറ്റവും നല്ല സിമ്പിളായിട്ട് ഉൾക്കൊള്ളാൻ യുസ്ഹിലുഹു വയുൻഷിതുഹു വയസ്റുഹു എന്നാണ് തഫ്സീറുകളിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്. ആ ഇസ്ലാമിന്റെ നിയമങ്ങൾ നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഹൃദയ വികാസം നമുക്കുണ്ടായാൽ ഹിദായത്തിന്റെ ആളുകളാണ് നമ്മൾ. നമുക്കതൊരു വിഷമമേ അല്ല, നമുക്കൊരു പ്രയാസമേ അല്ല. എന്റെ കുട്ടി അവളുടെ ഒരു തലമുടി ഔറത്താണ്. നിങ്ങൾക്കറിയോ, ജിബ്രീൽ മാലാഖ മഹാനായ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പലവട്ടം വന്നു. സയ്യിദത്തുനാ ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയതമനാകുന്ന പ്രിയങ്കരനായ പ്രിയപ്പെട്ട പ്രവാചകനോട് തന്റെ പ്രിയമുണർത്തി കൊടുക്കുന്നു, എനിക്കിനി ജിബ്രീലിനെ ഒന്ന് കാണിച്ചു തരുവോ? ജിബ്രീൽ വരുമ്പോ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ, എനിക്കൊന്ന് കാണിച്ചു തരണം നബിയെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതിനെന്താ ഖദീജ, ഞാൻ കാണിച്ചു തരാം. ഖദീജ ബീവി ബുദ്ധിമതിയാണ്. ഖദീജ ബീവി അതീവ ബുദ്ധിമതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഇടതുഭാഗത്തിരിക്കുന്നു. അർരിജാൽ വന്നിസാഉ ഹൗല റസൂൽ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇടതുഭാഗത്ത് പുണ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നു, വലതുഭാഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു. രണ്ടുപേരും ഇടത്ത് ഖദീജ ബീവിയും വലത്ത് പുണ്യ പ്രവാചകനും തമ്മിൽ ഇരിക്കുമ്പോ എല്ലാവരും നല്ലൊരു ഹദിയ ബക്കറ്റിൽ ഇടണം. അള്ളാഹു നമ്മുടെ സമ്പത്തിലും നമ്മുടെ സന്താനങ്ങളിലും ഒക്കെ അള്ളാഹു ബറക്കത്ത് തരട്ടെ. എല്ലാ മുസീബത്തുകളും അള്ളാഹു മാറ്റി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇടതുഭാഗത്തിരിക്കുന്നു. നന്നായിട്ട് കേൾക്കണേ. വലതുഭാഗത്ത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുകയാണ്. ഖദീജ ബീവി പറഞ്ഞു, നബിയെ ജിബ്രീൽ വരാറായോ? അതെ, എന്റെ നെറ്റിത്തടം വീർക്കാൻ, ശരീരത്തിന് ഭാരം തൂങ്ങാൻ ജിബ്രീൽ ഇപ്പൊ എത്തും, നീ കണ്ടോളണം, ഞാൻ പറയും കേട്ടോ. ഇടതുഭാഗത്ത് ഖദീജ, വലതുഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ജിബ്രീലിനെ കാണുന്നു. ഖദീജയോട് ചോദിച്ചു, കൈ തട്ടിയിട്ട്, നീ കണ്ടോ, നീ കണ്ടോ, ജിബ്രീലിനെ കണ്ടോ? ആ സമയത്ത് ഖദീജ ബീവി പറഞ്ഞു, ഇല്ല റസൂലെ, കാണാൻ പറ്റുന്നില്ലല്ലോ. ഖദീജ ബുദ്ധിമതിയാണ്. ഖദീജ ബീവി പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നാലേ കാണാൻ പറ്റുള്ളെങ്കിലോ ഇപ്പുറത്ത് വന്നിരിക്കും. നബി തങ്ങളെ ഇടത്തിരുത്തി, ഖദീജ ബീവി വലത്തിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും വലത്തെ കൈ കൊണ്ട് തട്ടിയിട്ട് ചോദിച്ചു, കാണുന്നുണ്ടോ? ഞാൻ കാണുകയാണ്. അവൻ പറഞ്ഞു, ഇല്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഖദീജ ബീവി പറഞ്ഞു, നബിയെ, ഇനി നിങ്ങൾ എവിടെ ഇരിക്കുന്നു അവിടെ മാത്രമേ കാണാൻ പറ്റുള്ളെങ്കിലോ ഈ ജിലിസ് അൽ ഹിജ്രി, എന്റെ മടിയിലിരിക്കൂ പ്രവാചകരെ. ഖദീജ ബീവിയുടെ മടിത്തട്ട് വിരിച്ചിട്ട് പുണ്യ റസൂലിന്റെ ആ ശരീരത്തെ മടിത്തട്ടിലിരുത്തിയിട്ട് മേപ്പോട്ട് രണ്ടുപേരും നോക്കിയിരിക്കുക. നബിയോട് ചോദിച്ചു, നബിയെ പോയോ? ഇല്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ദാ കാണുകയാണ് ഞാൻ. നീ കാണുന്നില്ലേ ഖദീജ? ഇല്ല നബി, എനിക്ക് കാണാൻ പറ്റുന്നില്ല. വല്ലാത്ത വിഷമം. കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് നബിയോട് ചോദിച്ചു, ഇപ്പൊ നോക്കിയേ, ഉണ്ടോ? ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ജിബ്രീൽ അവിടെ ഉണ്ടോ? ഖദീജ ബീവി ചോദിക്കാൻ. നബി തങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല ഖദീജ, ജിബ്രീൽ മാഞ്ഞിരിക്കുക, ജിബ്രീൽ പോയി. അള്ളാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയെ, അങ്ങ് വിഷമിക്കരുത്, അങ്ങ് വ്യസനിക്കരുത്, അങ്ങ് ദുഃഖിക്കരുത്. ആ വന്നത് പിശാചല്ല, ആ വന്നത് മലക്ക് തന്നെയാണ്. അങ്ങ് തളരരുത്, അങ്ങ് പിടിച്ചു നിൽക്കണം. ഖദീജ ബീവിയോട് നബി തങ്ങൾ ചോദിച്ചു, നീ എന്തായി പറയുന്നത്? ഇടത്തിരുന്നിട്ട് കണ്ടില്ല, വലത്തിരുന്നിട്ടും കണ്ടില്ല, മടിയിലിരുത്തിയിട്ടും കണ്ടില്ല. കുറച്ചു കഴിഞ്ഞ് ജിബ്രീൽ മാഞ്ഞു പോയപ്പോ വന്നത് ജിബ്രീലാണ് എന്ന് നീ ഇത്ര ഉറപ്പ് പറയാൻ എന്താ കാരണം ഖദീജ എന്ന് ചോദിച്ചപ്പോ, നബിയെ, കാണാൻ പറ്റാത്തതിനെ പറ്റി എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അങ്ങക്ക് വേണ്ടി ദൂതുമായി വന്ന മലക്കിനെ അങ്ങ് മാത്രമേ കാണുള്ളായിരിക്കാം, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. അതല്ല ഇവിടത്തെ വിഷയം. ഞാൻ ടെസ്റ്റ് ചെയ്തു നബിയെ, ഈ വന്നത് പിശാചാണോ മലക്കാണോ എന്നറിയാൻ ഞാനൊരു ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റിൽ ഞാൻ വിജയിച്ചിരിക്കുകയാണ്. വന്നത് ജിബ്രീലാണെന്ന് എനിക്ക് ഉറപ്പായി. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഖദീജ, നീ എന്ത് ടെസ്റ്റാ നടത്തിയത്? ഞാൻ അറിയാതെ. നബിയെ, ഞാൻ ഔറത്തു മറച്ച് ഭംഗിയായി തലയൊക്കെ മറച്ചിരുന്നപ്പോഴാണ് അങ്ങയുടെ അടുക്കൽ ജിബ്രീൽ മാലാഖ വന്നത്. ജിബ്രീലാണോ ശൈത്താനാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് മുടിയെടുത്ത് പുറത്തേക്ക് അങ്ങിട്ടപ്പോ ജിബ്രീൽ ഒറ്റ പോക്ക. കാരണം പെണ്ണുങ്ങളുടെ ഔറത്ത് കാണാൻ ജിബ്രീൽ നിൽക്കൂല. ആ ജിബ്രീൽ എന്റെ ഔറത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടപ്പോ, ശരീരത്തിന്റെ ഭാഗമല്ല, വയറിന്റെ ഭാഗമല്ല, തലയിലെ രോമങ്ങളിൽ ഒന്നോ രണ്ടോ തലമുടിയുടെ കെട്ടെടുത്ത് പുറത്തിട്ടപ്പോൾ
ചെയ്തപ്പോൾ ജിബ്രീൽ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ജിബ്രീൽ മാലാക ഉറപ്പാണ്, നിങ്ങൾ ഭയപ്പെടരുത് എന്ന് നബി തങ്ങളെ ആശ്വസിപ്പിക്കുന്നു. വഹീന്റെ ആദ്യഘട്ടത്തെ സംഭവമാണ് അർ-റിജാൽ വൻ-നിസാഉ ഹൗല റസൂൽ. നബി തങ്ങളുടെ ചുറ്റുമുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചരിത്രം പറയുന്ന താരീഖിന്റെ ഗ്രന്ഥത്തിൽ കാണാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പെൺമക്കളുടെ കൂടെ പിശാചു വേണോ, മലക്കിന്റെ സംരക്ഷണം വേണോ? അത്രയേ ഉള്ളൂ വിഷയം. സിമ്പിൾ. നിന്റെ മകളുടെ കൂടെ ശൈത്താൻ കൂടെ കൂടണോ, അതല്ല മലക്കിന്റെ സംരക്ഷണം ഉണ്ടാകണോ? നിന്റെ പെൺകുട്ടിയുടെ ഔറത്ത് പുറത്തു വന്നാൽ മലക്കിന്റെ സംരക്ഷണം ഉണ്ടാവൂല, കാണുന്ന വണ്ടി കയറി പോകും. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി പിളർന്നു പോയാലും സാഗരങ്ങൾ മുഴുവനും ഇരച്ചു കയറിയാലും ഈ ലോകത്ത് എന്ത് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നാലും രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട ഭരണഘടന ഇസ്ലാമിന്റെ വിശ്വാസികളായ പെൺകുട്ടികൾക്ക് കൃത്യമായി നമുക്ക് ഹിജാബ് ധരിക്കാനുള്ള പെർമിറ്റ് തന്നിട്ടുണ്ട് എങ്കിൽ ഒപ്പം ഈ പെർമിഷൻ നമുക്ക് തരുന്നതോടുകൂടി രാജ്യത്ത് നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾ ഹിജാബ് ധരിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്കോ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനോ സ്കൂളിന്റെ സുരക്ഷിതത്വത്തിനോ യാതൊരു നിലയിലുള്ള വിള്ളൽ വീഴുന്നില്ല എന്ന് ഉറപ്പായിരിക്കവേ നമ്മുടെ പെൺകുട്ടികളെ ഹിജാബ് ധരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാ? സ്കൂളിൽ നിന്ന് മാറ്റുക. എന്താ ഇത്ര നിർബന്ധം അവിടെ തന്നെ പഠിപ്പിക്കണമെന്ന്? പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നാളെ ഈ പ്രസംഗം എത്തപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ ചില വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഭയന്നിട്ടല്ല, പക്ഷേ ബഹുസ്വര സമൂഹത്തിൽ ചില പരിമിതികൾ നമുക്കുണ്ടല്ലോ. അബൂ ഹുറൈറ തങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ അബൂ ഹുറൈറ തങ്ങൾ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് രണ്ടു തരം അറിവ് അല്ലാഹ് പഠിപ്പിച്ചു തന്നത്. ഒന്ന് നിങ്ങൾക്ക് ഞാൻ വിളമ്പി തന്നു, ഇനി ഒന്നെങ്ങാനും വിളമ്പി തന്നാൽ നിങ്ങൾ എന്നെ കുത്തിരി പിടിക്കും എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് പരിമിതികളുണ്ട്, ലിമിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ സിമ്പിൾ ആകണം, സഹിലാകണം, നഷാത്ത് കൊടുക്കണം, സുറൂറ് കൊടുക്കണം. അതാണ് ഹിദായത്തിന്റെ ലക്ഷണം. അതല്ലാതെ ആകാശത്തിലേക്ക് കയറി പോകുന്ന വായുവിന്റെ സാന്ദ്രത കുറയുന്ന ബഹിരാകാശത്തേക്ക് സംവിധാനങ്ങളൊന്നുമില്ലാതെ കയറിപ്പോയി മനുഷ്യൻ അവിടെ വെച്ച് മരണപ്പെട്ടു പോകുന്നത് പോലെ വായു കിട്ടാതെ ശ്വാസം കിട്ടാതെ ലയ്യക്കും ഹറജുമായി ഞെരുക്കവും ഇടുക്കവുമായി ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മുടെ മക്കൾക്ക് തോന്നാത്ത നിലയിലുള്ള സമീപനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ തോന്നിയാൽ നമ്മുടെ മക്കൾക്ക് ലലാലത്തിന്റെ വഴിയായിരിക്കും അള്ളാഹു പിന്നെ തുറന്നു കൊടുക്കുക. പടച്ചതമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ദുആയോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങൾ നമ്മുടെ സംവിധാനങ്ങൾക്കോ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനോ യാതൊരു വിള്ളലും നൽകുന്നില്ല എന്ന ഏറ്റവും സന്തോഷകരമായ, അത് ഇപ്പോഴും ഞാൻ പറയുന്നു, ഭരണഘടന നമുക്ക് തന്നതിന്റെ പേരിൽ മാത്രമല്ല. ഇസ്ലാമിന്റെ നിയമം പ്രകൃതി നിയമമാണ്. ഇസ്ലാമിന്റെ നിയമം പ്രകൃതി നിയമമാണ്. ജുമാ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ തലയിൽ തലമറച്ചുകൊണ്ടൊരു പെണ്ണ് പോകുന്നത് കണ്ടു. ആ പെണ്ണ് തലമറച്ചത് ഇപ്പോൾ നമുക്ക് ആ ഉദാഹരണം സക്സസ് അല്ല, കാരണം മഴയാണ്. ആ പെൺകുട്ടി തലമറച്ചുകൊണ്ട് നടക്കുന്നത് ഹിന്ദു യുവതിയാണ്, ബ്രാഹ്മണ യുവതിയാണ്. ആ സഹോദരി തലമറച്ചുകൊണ്ട് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല, കഠിനമായ ചൂട് തലയിലടിച്ചാൽ ആ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് സാരിത്തുമ്പ് വലിച്ച് തലയിലിട്ടേക്ക് പോകുമ്പോ മുസ്ലിം പെണ്ണിനോട് പറഞ്ഞു, രാവും പകലിലും തണുപ്പത്തും വെയിലത്തും മഴയത്തും കാറ്റത്തും നിന്റെ തല മറച്ചു തന്നെ കിടക്കട്ടെ. ഇത് പ്രകൃതി നിയമമല്ലേ? മഴ പെയ്യുമ്പോ മാത്രം സാരിത്തുമ്പ് വലിച്ചിടുകയും വെയിലടിക്കുമ്പോ മാത്രം സാരിത്തുമ്പ് വലിച്ചിടുകയും ചെയ്യുമ്പോ അത് പ്രകൃതി നിയമവും, അല്ലാത്തപ്പോ തല തുറന്നിടുന്നത് അതൊക്കെ ഒരു പ്രാകൃത നിയമവുമാവുക എന്ന് പറയുന്നതിന് ഒറ്റ ചോദ്യമേ ഉള്ളൂ. മുഴുവൻ ചാനലുകാരോടും മുഴുവൻ നിരീശ്വരവാദികളോടും ഒറ്റ ചോദ്യം, അലൈസ മിൻകും റജുലുൻ റഷീദ്? ബോധമുള്ള ഒരുത്തരും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലല്ലോ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്യാൻസർ രോഗിയായ ഒരു സഹോദരിയുടെ ഒരു ക്യാൻസർ രോഗിയായ ഒരു സഹോദരൻ എന്ന് പറഞ്ഞാൽ 6.5 വയസ്സിൽ രോഗം പിടിപെട്ടു. ഇപ്പൊ 8.5 വയസ്സുണ്ട്. ആ 8.5 വയസ്സുള്ള മകന് കഠിനമായ ക്യാൻസർ രോഗമാണ്. വാപ്പ ഉപേക്ഷിച്ചു പോയതാണ്. മൂത്ത മകനാണ് വീട്ടിൽ ചെലവൊക്കെ കണ്ടെത്തുന്നത്. അതോടൊപ്പം ആ പ്രിയപ്പെട്ട സഹോദരി ഉമ്മ, അവരും ന്യൂറോ സംബന്ധമായ ഒരു പ്രശ്നമുള്ള ഒരു സഹോദരിയാണ്. ആ സഹോദരിയും കിടപ്പിലാണ്. ആ പ്രിയപ്പെട്ട മകൻ RC
RCCയിൽ പേഷ്യന്റുമാണ്. അള്ളാഹു എത്രയും വേഗം സമ്പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആകെ ഒരു അത്താണി പ്രിയപ്പെട്ട മൂത്ത മകനാണ്, വാപ്പയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം, പടച്ചോനെ അങ്ങനെ ഒരു അവസ്ഥ എന്നെ നീ തിരിച്ചെടുത്തിട്ട് എന്റെ മക്കൾക്ക് വേണ്ടി ഒരു ചായ വാങ്ങാൻ നാളെ ഒരു പള്ളിയുടെ മുറ്റത്ത് പോകുന്ന ഒരു അവസ്ഥ നീ വരുത്തല്ലേ എന്ന് നിയത്താക്കിയിട്ട് ആ പാവപ്പെട്ട കുട്ടി 6.5 വയസ്സല്ലേ ഉള്ളൂ, 8.5 വയസ്സ്, നമുക്കും ആ പ്രായമുള്ള മക്കളില്ലേ, നാളെ ഒരു അവസ്ഥ നമുക്കും വരില്ല എന്ന് ആര് കണ്ടു. അള്ളാഹു നമ്മളൊക്കെ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് കാത്തുരക്ഷിക്കട്ടെ. പുറത്ത് നിൽക്കുന്നുണ്ടാവും, ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കൊണ്ട് നിൽക്കും. അപ്പൊ എല്ലാവരും ഒരു സഹായം നൽകി പോകണം എന്നറിയിക്കുകയാണ്. അതേപോലെ ഒരു നിബിധങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം ഗാന്ധി പാർക്കില് അത് പ്രകാശനം ചെയ്തിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. ആ പുസ്തകവുമായിട്ട് 2 മുത്തഅല്ലിമീങ്ങൾ വന്നിട്ടുണ്ട്. നല്ല പുസ്തകമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചരിത്രം തുടക്കം മുതൽ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഹ്രസ്വമായ അവലോകനം നടത്തിയ നല്ല ഒരു ബുക്ക. പ്രവാചകനെ വായിക്കാനും പഠിക്കാൻ നമ്മൾ പഠിക്കുന്ന സഹോദരങ്ങളെ കുറച്ച് പഠിക്കണം. നമ്മൾ ആ പഠിക്കാനുള്ള ഒരു അവസരമാണ് അൽഹംദുലില്ലാഹ് ആ ഒരു ബുക്കിൽ നമുക്ക് നിബിധങ്ങളെ വരച്ച് കാണിക്കുന്നത്.